ഇന്നാണെങ്കിൽ നല്ല പലിഞ്ഞീനുള്ള ചാളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയുമ്പോൾ ഇങ്ങനെ പലിഞ്ഞീനുള്ള ചാള കിട്ടുകയാണെങ്കിൽ. മാത്രമല്ല അതിൽ നിന്ന് ഇങ്ങനെ പലിഞ്ഞ് ഇങ്ങനെ പൊട്ടാതെ വലിച്ചൂരിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണ് കേട്ടോ. അതും ഈ രണ്ട് തരം പലിഞ്ഞീനുണ്ടല്ലോ, ഉണ്ട പലിഞ്ഞീനുണ്ട്, പരന്ന പലിഞ്ഞീനുണ്ട്. എനിക്ക് പരന്ന പലിഞ്ഞീനാണ് ഇഷ്ടം. ഇന്ന് നിങ്ങൾക്ക് ഏത് ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനത് ഭയങ്കര ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പലിഞ്ഞീനൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ പലിഞ്ഞീന് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി അങ്ങോട്ട് വറുക്കാൻ വെച്ചിട്ടോ. പലിഞ്ഞീൻ വറുത്തതിനകത്ത് ചോറിട്ട് നമുക്ക് തിന്നാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വെച്ചു. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്തു കേട്ടോ. എനിക്ക് ഈ പരന്ന പലിഞ്ഞും ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ട പലിഞ്ഞൻ അത്രയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാൽ തിന്നും. പിന്നെ ഞാൻ മീൻകറി വെക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചുമന്നുള്ളി ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ, നന്നാക്കാൻ വയ്യ. അതുകൊണ്ട് സവാളയൊക്കെ ഇട്ട് വാട്ടിയിട്ട് തക്കാളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴാട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ തക്കാളി വഴന്ന സമയം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി വഴന്നു വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല കുടംപുളി ഇട്ട് മീൻകറിയായിട്ട് ഇഷ്ടം. ചിലർ വാളംപുളി ഇട്ട് എപ്പോഴും വയ്ക്കണം ചില സ്ഥലങ്ങളിൽ കേട്ടോ, കേട്ടിട്ടുണ്ട്. അത് ശീലിച്ചവർക്ക് പിന്നെ അതായിരിക്കുമല്ലോ ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നാരങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചു. എനിക്ക് ദാഹം വിശപ്പൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഉണ്ടാക്കി ഫുഡ് ഒക്കെ ഇരുന്നപ്പോഴാണ് ത്രിലോകിന് വലിഞ്ഞും വേണ്ട അത്രയ്ക്ക് ആൾ തിന്നാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ആൾ തിന്നുകൊണ്ടിരുന്നാണ്, പെട്ടെന്ന് തിന്നാതെ ആയെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അതും ഞാനെടുത്ത് കൂട്ടി കുഴച്ചങ്ങോട്ട് തിന്നു ഗൈസ്. അപ്പം ഇന്ന് ഇത്രയുള്ളൂ ഗൈസ്, ബൈ.